ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ്. ഞങ്ങളിന്ന് പോകുന്നത് ഗോവയിലേക്കാണ്. അപ്പോൾ രാത്രി 12:45 ദുരന്തോ എക്സ്പ്രസ്സിലാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ പതിയെ കാണാം. അപ്പോൾ 3rd AC ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ രാത്രി ഞങ്ങൾ ട്രെയിനിൽ കയറി കിടന്നുറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു 10:30 ആകുമ്പോൾ ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ടാക്സി എല്ലാം കിട്ടി. ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് ഞങ്ങളുടെ റൂമിലേക്ക് വേണ്ട ദൂരം. ഇവിടുന്ന് ഞങ്ങൾ ബാഗ ബീച്ചിൻ്റെ അടുത്താണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബാഗ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി. റൂമല്ല, ഞങ്ങൾ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. എയർബിഎൻബിയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ അധികം പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ ചെക്കിങ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അങ്ങനെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാണ്. ചെക്കിൻ ടൈമിന് കുറച്ച് മുന്നേ ഞങ്ങൾ എത്തി. ആ സമയം ഞങ്ങളവിടെ ക്യാരം ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഒരു ഹാള്, ഒരു ചെറിയൊരു കിച്ചൺ, 2 റൂം, ബാത്റൂം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹാളിൽ വരുന്ന ചെറിയൊരു ബാൽക്കണി. അപ്പോൾ പുറത്തുള്ള വ്യൂ ആണിത്. പുറത്ത് നല്ല വെയിലാണ്. പക്ഷെ ഉള്ളിൽ ഹാളിലും 2 റൂമിലൊക്കെ AC ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കിച്ചണിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫ്രിഡ്ജ്, ഓവൻ, സാൻഡ്വിച്ച് മേക്കർ, പിന്നെ വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ എല്ലാം ഉണ്ട്. ഗ്യാസ് എല്ലാം ഉണ്ട്. കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ അതിനുള്ളിലുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൽ തന്നെ ഒരു വാർഡ്രോബ്, നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിളും ഉണ്ട്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇതേപോലെ തന്നെ റൂമിൽ നിന്നും ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ഇതാണ് ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ. അതിന് നേരെ കാണുന്നത് ലിക്കറിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇത് സെക്കൻഡ് റൂമാണ്. ഇതും ഇതേപോലെ തന്നെ സെയിം ഒരു വാർഡ്രോബ്, പിന്നെ ബാൽക്കണി എല്ലാം ഉണ്ട്. ഇതും AC ആണ്. അപ്പോൾ ഇതാണ് ഈ റൂമിൽ നിന്ന് കാണുന്ന പുറത്തുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സൊമാറ്റോ എന്നൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ 2 സ്കൂട്ടർ റെൻറ്റിനെടുത്തു. ഫസിനോ ആണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ബാഗ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഈവനിങ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ബാഗയിലെത്തി. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് മുന്നേ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് ആ സ്ട്രീറ്റിൽ കൂടെ. അപ്പോൾ എന്താണ് ഏട്ടാ നമ്മുടെ ട്രിപ്പിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറേ പേര് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ ബീച്ചൊക്കെ. അപ്പോൾ അതേ മോൻ ഇപ്പോൾ ഉറങ്ങി നീച്ചതാണ്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതാണ് ബാഗ ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ഫുള്ള് ലൈറ്റും പിന്നെ നൈറ്റ് ലൈഫ്, അടിപൊളി നൈറ്റ് ലൈഫാണ് കേട്ടോ ഇവിടുത്തത്. ഫുഡ്, പാർട്ടി, DJ, ലിക്കർ, ഫുൾ ടൈം ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയം ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസ് എടുത്തു, കുറേ റീൽസ് ചെയ്തു. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി. ഇവിടെ സാംസങ് S24 എടുത്ത അഹങ്കാരത്തിൽ ഇവിടെ ചന്ദ്രനെ സൂം ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒന്നിങ്ങനെ എടുത്ത മുതലാളിന്റെ മുഖം ഒന്ന് കാണിച്ചാ. ഗൈസ്, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ദ ഗോവൻ ട്രിപ്പ്. നല്ല വെയിലായിരുന്നു പുറത്തൊക്കെ. പിന്നെ ഷോപ്പെല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഷോപ്പെല്ലാം ഓപ്പൺ ആയി ഞങ്ങൾ 2-3 ക്യാപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പം മക്കൾക്കെല്ലാം ഒറ്റയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അങ്ങനെ അവരങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്ന ഉൾഭാഗത്തെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ. കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു. ഇതുപോലെ മക്കൾ നിലത്തൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. കുറേ മലയാളീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ സൈഡിൽ കാണുന്ന വ്യൂ ആണ് ബീച്ചിൻ്റെ. അടിപൊളിയല്ലേ? കുറേ നേരം നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചിറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അടുത്തത് പോയത് ഞങ്ങൾ ഫൗണ്ടൈൻ സ്ട്രീറ്റിലാണ്. അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഉച്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് റൂമിലേക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഈവനിങ് ഞങ്ങൾ വീണ്ടും ഫ്രഷായി ഞങ്ങൾ പോകുന്നത് വാഗേറ്റർ ബീച്ചിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി. വളരെ പീസ്ഫുൾ ആയിട്ടൊരു ബീച്ചായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ. അങ്ങനെ ഞങ്ങൾ വാഗേറ്റർ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ്. മാത്രം കാണുന്നില്ല. ആ ഒരു സങ്കടത്തിലാണ് ചേട്ടൻ. എൻ്റെ സ്വപ്നം ഇതല്ല, ഇത് ഗോവയല്ല, എന്നെ പറ്റിച്ചു. കിട്ടൂല, അതൊന്നും കിട്ടില്ല. S24 പവർ ഞാൻ കാണട്ടെ. കുട്ടി വെള്ളട്ടെ. അപ്പോൾ ഞങ്ങൾ ആ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ആ ഷോപ്പിലെല്ലാം സൈഡിൽ കൂടെ താഴേക്കുള്ള വഴി കൂടെ നടന്ന് കുറച്ചൊന്ന് നടന്നിറങ്ങണം. നല്ല കാറ്റുണ്ടായിരുന്നു. ഏകദേശം സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ക്രൗഡഡൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ കുറേ കുടകളും ബെഡുകളും കണ്ടില്ലേ. ഞങ്ങൾ 2 ബെഡ് എടുത്തു. ബെഡിന് എന്തോ 200 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം മക്കളൊക്കെ കിടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരവിടെ കിടത്തി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ നേരം അവിടെ കളിച്ചു. അപ്പോൾ അവരിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം വിളിക്കേണ്ടെന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സൺസെറ്റും കണ്ടു. കുറച്ച് നേരം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് അഞ്ജുന ബീച്ചിലേക്കാണ്. അപ്പോൾ ആദ്യം അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. മസാല ദോശയും ഇഡ്ഡലിയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ചായക്ക് അവിടെ ഒരു ചായക്ക് 80 രൂപയാണ് കേട്ടോ. അതുപോലെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ കുറേ നടന്നു. പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയി രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോകുന്നത് സൗത്ത് ഗോവയിലേക്കാണ്. ലാസ്റ്റ് ഡേ ഞങ്ങൾ സൗത്ത് ഗോവയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ പാലോളിയം ബീച്ചിൻ്റെ അടുത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ചെക്കൗട്ട് ടൈം 11 മണിക്കാണ്. അവിടെ ചെക്കിൻ 1 മണിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ പാലോളിയം ബീച്ചിൻ്റെ അടുത്തുള്ള റിസോർട്ടിലെത്തി. ദ പേൾ ബീച്ച് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു. ഓരോ കോട്ടേജസ് ആണ് അവിടെ വരുന്നത്. അപ്പം ചെക്കിൻ ടൈം ആയപ്പോൾ ചെക്കിൻ ചെയ്യുകയാണ് അവിടെ. ഇതൊക്കെയാണ് കോട്ടേജസ് വരുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. അപ്പോൾ ഇത് റൂമിൻ്റെ ഉള്ളിൽ നേരെ ബെഡിൻ്റെ നേരെ മുന്നേ ഈ ഗ്ലാസ് ആണ് വരുന്നത്. ഇതിങ്ങനെ ഈ കർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ നേരെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. നല്ല വ്യൂ തന്നെയായിരുന്നു. ഇവിടെയും ഫുൾ AC തന്നെയാണ്. ഇതാണ് റൂം. ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറേ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ആ ഡ്രിങ്ക്സൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അതിനൊക്കെ ബില്ല് എക്സ്ട്രാ കൊടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു കെറ്റിൽ, അതിന് ഉണ്ടാക്കാൻ വേണ്ട വെള്ളം, കോഫി പൗഡർ, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചെറിയൊരു ഇത് ഡ്രസ്സിങ് ഏരിയ. പിന്നെ ഇതാണ് വിശാലമായിട്ടുള്ള ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. കൂടാതെ വലിയൊരു മിററും വാഷ് ബേസിനൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ കോട്ടേജ് വരുന്നത്. സെയിം റൂം തന്നെയാണ്. ഇതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും സെയിം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നു. അവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഫുഡൊക്കെ വേഗം കഴിച്ചു. പിന്നെ വീണ്ടും അവിടുത്തെ ആ സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ് കാണുന്നത്. കുറേ സാധനങ്ങൾ ഇതുപോലെ ഗോവൻ സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കാനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി റൂമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് അവിടെ നൈറ്റിലെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. അതിന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബീച്ചിൽ കളിക്കാനായിട്ട് പോയി. അങ്ങനെ ബീച്ചിലൊക്കെ കളി കഴിഞ്ഞു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഞങ്ങൾ ആ ബീച്ചിലേക്ക് തന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അങ്ങനെ ഫ്രണ്ട്സ് ഇതേ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവർ സർപ്രൈസായിട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ ആ ഒരു പരിപാടിയിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഞങ്ങൾ തിരിക്കാനുള്ള ആ ഒരു തിരക്കിലാണ്. തിരിച്ചു പോകാനുള്ള 11 മണിയാണ് അവിടെ ചെക്ക് ഔട്ട് ടൈം വരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗോവൻ വിശേഷങ്ങൾ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.